കോഴിക്കോട് വരക്കൽ ബീച്ചിലെ കുട്ടികളുടെ പാർക്കിലെ വൈദ്യുതി ബന്ധം KCB വിച്ഛേദിച്ചിട്ട് മാസങ്ങൾ പിന്നിട്ടു. അപ്പോഴും ഈ ബദൽ സംവിധാനം ഒന്നും കോർപ്പറേഷൻ ഒരുക്കിയിട്ടില്ല. ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച പാർക്കിന്റെ അവസ്ഥയും പരിതാപകരമാണ്. ഏത് നിമിഷവും തകർന്നു വീഴാറായ വിശ്രമ കേന്ദ്രവും അപകട ഭീഷണി ഉയർത്തുന്നുണ്ട്. കോർപ്പറേഷന്റെ പിടിപ്പുകേടിന്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണിത്. ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്ന വിവരങ്ങളുമായി. ഗോകുൽ, ഈ പാർക്കിനെ സംബന്ധിച്ചിടത്തോളം വ്യാപകമായ പരാതികളാണ്. അത് അടിമുടി തകർന്നുപോയ സാഹചര്യമാണ്. പലപ്പോഴും കോടികൾ മുടക്കുന്നു, ഇത്തരം പാർക്കുകൾ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളൊക്കെ ഒരുക്കുന്നു. അത് പിന്നീട് വേണ്ടത്ര പരിചരിക്കപ്പെടാതെ പോകുന്ന ഒരു സാഹചര്യം സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറുന്നു. പലയിടങ്ങളിൽ നോക്കിയുള്ള പരാതികൾ മിക്കയിടങ്ങളിൽ നിന്നുണ്ട്. ഇതിപ്പോൾ ഈ കോഴിക്കോട്ടെ കാര്യത്തിൽ KCB വൈദ്യുതി ബന്ധം പോലും വിച്ഛേദിച്ചുകൊണ്ട് പോയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. മറ്റെന്തൊക്കെ? വീണ, പലപ്പോഴും പല പദ്ധതികളും സർക്കാർ നടപ്പിലാക്കുന്ന സമയത്ത് കൊട്ടിഘോഷിച്ചുകൊണ്ട് ആ പദ്ധതി നടപ്പിലാക്കുക എന്നതിനപ്പുറത്തേക്ക് അതിനെ പരിപാലിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ ഒന്നും ആരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല. അതിനുള്ളൊരു ഉദാഹരണമാണ് കോഴിക്കോട് വരക്കൽ ബീച്ചിൽ നമ്മളിപ്പോൾ കാണുന്നത്. ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ചിട്ടുള്ള ഒരു ബീച്ചാണ് ഇത്തരത്തിൽ പരിപാലിക്കാൻ ആളില്ലാതെ വിവിധ വകുപ്പുകളുടെ പിടിപ്പുകേട് മൂലം ഈ നശിച്ചുകൊണ്ടിരിക്കുന്നത്. KCBയുടെ പണി നടക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു അവിടെ KCB ഫ്യൂസ് ഊരിയത്. എന്നാൽ അതിനൊരു താൽക്കാലിക സംവിധാനം ഉറപ്പുവരുത്താൻ കോഴിക്കോട് കോർപ്പറേഷന് സാധിച്ചിട്ടില്ല. മാത്രമല്ല, നമ്മൾ ആ ബീച്ചിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ കുട്ടികൾക്കും മറ്റും വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള പലതരത്തിലുള്ള ഉപകരണങ്ങളൊക്കെ തുരുമ്പെടുത്ത് പൂർണ്ണമായും നശിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. നമ്മൾ പറയുന്നത് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നു, കൊട്ടിക്കൊഴിച്ചുകൊണ്ട് നടപ്പിലാക്കുന്നു, അതിന് വലിയ രീതിയിലുള്ള പരസ്യം കൊടുക്കുന്നു. ആദ്യത്തെ 1-2 ആഴ്ചയുടെ പ്രവർത്തനങ്ങൾക്ക് ശേഷം അത് നിലച്ചു പോകുന്നു. അവിടേക്ക് ആളുകൾ എത്താത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് തന്നെ അത് തിരിഞ്ഞു നോക്കാൻ ഈ അധികൃതർ തയ്യാറാവുന്നില്ല എന്നൊരു പരാതിയാണ് പ്രധാനമായിട്ടും ഉയരുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് പലതരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധ ആളുകളുടെ കേന്ദ്രങ്ങളായി മാറുന്നു. അവിടെയുള്ള ആ പരിസരത്തുള്ള ആളുകൾക്ക് ജീവിക്കാൻ സാധിക്കാത്തൊരു സ്ഥിതിവിശേഷം അവിടെ സംജാതമാകുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇത്തരത്തിലുള്ള പരാതികൾ പ്രാദേശികമായി ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വരുമ്പോൾ പോലും അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളിലേക്ക് കടക്കുന്നില്ല. ഈ തുരുമ്പെടുത്ത് നശിച്ചിട്ടുള്ള ഈ പാർക്കിലെ മറ്റു ഉപകരണങ്ങൾ നവീകരിക്കാൻ ആവശ്യമായിട്ടുള്ള തുക നീക്കി വെക്കുന്നില്ല. ഈ KCBയുടെ പണി നടക്കുന്നതുമായി ബന്ധപ്പെട്ട് പോസ്റ്റ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടാണ് KCB അവിടുന്ന് ഫ്യൂസ് ഊരിയത്. ആ ഫ്യൂസ് ഊരിയതിനു ശേഷം കുട്ടികൾക്ക് അവിടെ കളിക്കാൻ ആവശ്യമായിട്ടുള്ള താൽക്കാലിക സംവിധാനം ഒരുക്കാനോ വൈദ്യുതി സംവിധാനം ഒരുക്കാനോ ഒന്നും കോർപ്പറേഷൻ മെനക്കെടുന്നില്ല എന്നുള്ളത്. അതായത് ഈ പദ്ധതി നടന്നു പോകണമെന്നൊരു താല്പര്യം കോർപ്പറേഷൻ അധികൃതർക്ക് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഇതിലെ എടുത്തു പറയേണ്ട ഒരു കോർപ്പറേഷന്റെ കുറ്റകരമായ അനാവസ്ഥയെ സൂചിപ്പിക്കേണ്ട ഒരു കാര്യം. മാത്രമല്ല, ഇത് നഗരത്തിൽ നിന്ന് കുറച്ചു മാറി തിരക്കൊഴിഞ്ഞൊരു സ്ഥലമാണ്, ആളുകളൊക്കെ വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇത്തരത്തിലുള്ള ഒരു സ്ഥലമാണ് ഈ കോർപ്പറേഷനും മറ്റധികാരികളും ഒന്നും തിരിഞ്ഞു നോക്കാത്തതിന്റെ പേരിൽ നാമാവശേഷമായി മാത്രം ബാക്കിയാവുന്നത്. ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ടാണ് അത്തരത്തിലൊരു പാർക്ക് അവിടെ നവീകരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്, നിർമ്മിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അതാണ് നവീകരണമില്ലാതെ വകുപ്പുകളുടെ അനാസ്ഥകൾ മൂലം നാമാവശേഷമായിരിക്കുന്നത്. വീണ, ഓക്കെ, ശരി ഗോകുൽ. അധികൃതരുടെ അനാസ്ഥയാണ് എപ്പോഴും ഇത്തരം പ്രശ്നങ്ങളിലേക്കൊക്കെ വഴിവെക്കുന്നത്. വേണ്ട രീതിയിൽ ഇതൊക്കെ പരിപാലിച്ചു കൊണ്ടുപോകാൻ കഴിയാത്തവർ എന്തിനാണ് ഈ കോടികൾ ഇങ്ങനെ വെള്ളത്തിൽ ഒഴുക്കി കളയുന്നത് എന്ന ചോദ്യം കൂടി ബാക്കി നിൽക്കുന്നു.